ഗാസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി സൗദി അറേബ്യയും ഇറാനും തമ്മിൽ തെഹ്റാനിൽ അടുത്ത ആഴ്ച സമ്മേളിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ രണ്ട് ഉദ്ദേശ കാര്യങ്ങളാണ് പ്രധാനമായ രീതിയിൽ ചർച്ച ചെയ്യുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പറയുന്നത്. അതിലൊന്ന്, സൈനികപരമായ രീതിയിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നത് ഇറാൻ തന്നെയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അത് അവരുടെ പ്രോക്സി വിഭാഗങ്ങൾ സംഘം ചേർന്നുകൊണ്ട് പ്രതിരോധിക്കുന്നു. എന്നാൽ ഗസയിൽ ഒരു പൂർണ്ണമായിരിക്കുന്ന ഒരു ശാന്തതയും സമാധാനവും ഉണ്ടാവണമെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാവണമെങ്കിലും അതിൽ നേരിട്ട് കൊണ്ട് അമേരിക്ക ഇടപെടണം. അമേരിക്കയും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധമില്ല. ആയതിനാൽ ആ ബന്ധം സൗദി അറേബ്യയും തമ്മിൽ ഉണ്ട് എന്നതിനാൽ സൗദി അറേബ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയുടെ നിലപാടിനൊക്കെ വലിയ രീതിയിലുള്ള ഇളവുകൾ വേണമെന്നും ഗസയിൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടപെടണമെന്ന് സൗദി അറേബ്യ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യ അമേരിക്കയെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മേഖലയിൽ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. ഭക്ഷണം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആളുകളെ പോലും വെടിവെച്ച് കൊല്ലുന്ന ക്രൂര പ്രവർത്തനത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു. ഇത് ലോകത്തിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം വല്ലാത്ത രീതിയിൽ പ്രതികരിക്കണമെന്ന അഭിപ്രായം യഥാർത്ഥത്തിൽ ഇറാനും സൗദി അറേബ്യയ്ക്കും നിലവിൽ ഉണ്ട്.